ഗുഡ് മോർണിംഗ്. അപ്പം ഇന്നത്തെ ദിവസം ശനിയാഴ്ച. ഇന്നത്തെ സ്പെഷ്യൽ എഗ് ബിരിയാണിയാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം കട്ടിപ്പണി ഉണ്ട്, എളുപ്പപ്പണി അല്ല. അതാണ് മെയിൻ സംഭവം. അങ്ങനെ എന്തായാലും ബിരിയാണിക്കുള്ള ഓരോരോ ചെറിയ ചെറിയ പ്രിപ്പറേഷൻസ് ഞാൻ അങ്ങോട്ട് തുടങ്ങി. ആദ്യം തന്നെ അരി കഴുകി കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു. മിനിമം അരമണിക്കൂറെങ്കിലും കുതിർന്നിരിക്കുന്ന അരിയാണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും. അല്ലെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ അടച്ച് വെച്ച് വേവിക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതൊക്കെ കഴിഞ്ഞിട്ട് മുട്ടയും പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെച്ചു. ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഉള്ളി വഴറ്റാനും ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട്. ഈ ബിരിയാണി ചെമ്പിൽ തന്നെ വെക്കുന്നതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അടച്ച് വെച്ച് കുക്ക് ചെയ്യുന്നതുകൊണ്ട് പെട്ടെന്ന് കുക്കായി കിട്ടുന്നുമുണ്ടായിരുന്നു. അപ്പോൾ ഉള്ളിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ടൊന്ന് വഴറ്റി, തക്കാളിയും പച്ചമുളകും ഒക്കെ ഇട്ട് അതും ഒക്കെ ഒന്ന് വഴറ്റി, പൊടികളായിട്ടുള്ള മുളക് പൊടിയും മല്ലിപ്പൊടിയും ചിക്കൻ മസാല, അതാണ് മെയിൻ, അല്ലെങ്കിൽ ബിരിയാണി മസാല, കുരുമുളക് പൊടിയൊക്കെ ഇട്ട് നല്ലപോലെ വഴറ്റിയതിന് ശേഷം കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് തിളയ്ക്കുമ്പോൾ വേണം ഉപ്പിടാൻ. കാരണം ഉപ്പ് ആദ്യം ഇട്ട് കഴിഞ്ഞാൽ അളവിൽ ഭയങ്കര വ്യത്യാസം വരും എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഇടയിൽ ഞാൻ മുട്ടയൊക്കെ വേവിച്ച് അതിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ചന്നം പിന്നെ അങ്ങ് മുറിഞ്ഞു പോയതുകൊണ്ട് എന്നാൽ പിന്നെ ഇനി മഞ്ഞക്കരു മൊത്തത്തിലങ്ങ് പൊട്ടിപ്പൊക്കോട്ടെ, കുഴപ്പമില്ല, നമുക്ക് വെള്ളം മാത്രം മതി എന്നുള്ള രീതിയിലേക്ക് ഞാൻ എത്തിയായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ അരി ഒന്ന് വഴറ്റിയിട്ട് വെള്ളം ഒഴിച്ച് നെയ്യും ഉപ്പും ഇട്ട് വേവാനും വെച്ചു. എപ്പോഴും എനിക്ക് സംഭവിക്കുന്ന മെയിൻ സംഭവമാണ്, ഞാൻ ഈ മസാല ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ചപ്പാത്തിയോ പൊറോട്ടയോ കൂട്ടി ഈ മസാലയും കൂട്ടിയാൽ പോരെ, വെറുതെ റൈസൊക്കെ വെച്ച് സമയം കളയണോ എന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. ഇപ്രാവശ്യം സെയിം കാര്യം തന്നെ തോന്നി. പക്ഷെ ഞാൻ എൻ്റെ മനസ്സിനെ തന്നെ നിയന്ത്രിച്ച് അതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് അരി വേവാൻ വേണ്ടിയിട്ട് വെച്ചു. ഇനി ചെറിയൊരു ദം പരിപാടി ചെയ്തേക്കാമെന്ന് വിചാരിച്ചോ. അങ്ങനെ വളരെ കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇത്രയും വലിയ പാത്രത്തിൽ നിറയാനുള്ളതിന് മാത്രം ഒന്നും ബിരിയാണി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഏതായാലും ദമ്മൊക്കെ ചെയ്ത് കറക്റ്റ് ഒരു 1/4 മണിക്കൂർ വെച്ചതിന് ശേഷം അത് എടുത്ത് കഴിക്കുകയാണ്. അപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല, പപ്പടം, ബിരിയാണി, അതുപോലെ തന്നെ സാലഡ്, അതുമാത്രം മതിയല്ലോ കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കഴിച്ചു. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഫസ്റ്റ് ട്രൈ ആണെങ്കിലും നല്ല കിടുക്കാച്ചയായിരുന്നു. എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.